ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. സാംസങ്ങിനോട് 5150 കോടി രൂപ നികുതി അടയ്ക്കാൻ ഉത്തരവിട്ട് ഇന്ത്യ. നികുതി ഒഴിവാക്കാൻ ടെലികോം അനുബന്ധ ഉപകരണങ്ങളുടെ ഇറക്കുമതി തെറ്റായി തരംമാറ്റിയതിനാണ് നടപടി. മുകേഷ് അംബാനിയുടെ റിലയൻസിന് വേണ്ടിയാണ് സാംസങ് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തത്. 2021 സാംസങ്ങിന്റെ മുംബൈയിലെ ഓഫീസിൽ വരുമാന നികുതി ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തിയിരുന്നു. മൊബൈൽ ടവറുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തപ്പോൾ നികുതി നൽകാതിരിക്കാനായി തെറ്റായി തരം മാറ്റിയെന്നാണ് പ്രധാന ആരോപണം. 4G ടെലികോം നെറ്റ്വർക്കിന് വേണ്ടിയുള്ള റിമോട്ട് റേഡിയോ ഹെഡ് എന്ന ഉപകരണം ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് കേസ്. 2018 മുതൽ 2021 വരെയുള്ള $78.4 കോടി മൂല്യമുള്ള യൂണിറ്റുകളാണ് സാംസങ് ഇറക്കുമതി ചെയ്തത്. സാംസങ് മനഃപൂർവ്വം രേഖകൾ മാറ്റിയതാണെന്ന് കസ്റ്റംസ് അധികൃതർ ആരോപിച്ചു. അതേസമയം ചരക്കുകൾ തരംതിരിക്കുന്നതിലെ വ്യാഖ്യാനമാണ് പ്രശ്നത്തിന് കാരണമെന്നും ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും സാംസങ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UPI വഴി പ്രോവിഡന്റ് ഫണ്ട് പിൻവലിക്കാൻ സാധിക്കുന്ന സുപ്രധാന നീക്കവുമായി എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ശുപാർശ തൊഴിൽ മന്ത്രാലയം അംഗീകരിച്ചു. UPI അല്ലെങ്കിൽ ATM അധിഷ്ഠിത PF പിൻവലിക്കലുകൾ ആരംഭിക്കുന്നതോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക പരിവർത്തനത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി ഇത് മാറും. ഈ വർഷം മെയ് അവസാനമോ ജൂൺ മാസമോ PF അംഗങ്ങൾക്ക് UPI, ATM എന്നിവ വഴി പണം പിൻവലിക്കാൻ കഴിയുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. UPIയിൽ നേരിട്ട് PF അക്കൗണ്ട് ബാലൻസ് കാണാനും ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴി 1 ലക്ഷം രൂപ വരെ ഒറ്റയടിക്ക് പിൻവലിക്കാനും കഴിയുമെന്ന് മന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി. പിൻവലിക്കൽ സുഗമമാക്കുന്നതിനായി 120ലധികം ഡാറ്റാബേസുകൾ സംയോജിപ്പിച്ചുകൊണ്ട് പ്രക്രിയ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ EPFO വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ക്ലെയിം പ്രോസസ്സിംഗ് സമയം വെറും 3 ദിവസമായി കുറച്ചു. 95% ക്ലെയിമുകളും ഇപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. പ്രക്രിയ കൂടുതൽ ലളിതമാക്കാനും പദ്ധതിയിടുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഡിസംബർ മുതൽ 78 ലക്ഷം പെൻഷൻകാർക്ക് പണമിടപാടുകൾ കൂടുതൽ സുഗമമായി. പെൻഷൻ പിൻവലിക്കുന്നത് തെരഞ്ഞെടുത്ത ഏതാനും ബാങ്ക് ശാഖകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. അത് പൂർണ്ണമായി നീക്കം ചെയ്തു. അംഗങ്ങളുടെ എണ്ണത്തിൽ EPFOയിൽ വമ്പിച്ച വർധനവാണ് ഉണ്ടാകുന്നതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓൺലൈൻ ഗെയിമിംഗിനെതിരെ നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ. നിയമവിരുദ്ധമായ ഓൺലൈൻ പണ ഗെയിമിംഗ് സ്ഥാപനങ്ങളുടെ 357 വെബ്സൈറ്റുകൾ പൂട്ടിച്ചു. 700 സ്ഥാപനങ്ങൾ അന്വേഷണത്തിലെന്ന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് GST ഇന്റലിജൻസ്. ആഭ്യന്തര വിദേശ ഓപ്പറേറ്റർമാർ അടക്കമുള്ള ഓൺലൈൻ മണി ഗെയിമിംഗ് സൈറ്റുകളെയാണ് കേന്ദ്ര സർക്കാർ വിലക്കിയത്. 357 വെബ്സൈറ്റുകൾ ഇതുവരെ തടഞ്ഞുവെന്നും ഇത്തരത്തിലുള്ള 700 സ്ഥാപനങ്ങൾ അന്വേഷണത്തിലാണെന്നും സർക്കാർ അറിയിച്ചു. GST രജിസ്ട്രേഷൻ ചെയ്യാതെ ഇത്തരം സ്ഥാപനങ്ങൾ GSTയിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെഷൻ 69 പ്രകാരം ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയവുമായി സഹകരിച്ചാണ് DGGAയുടെ നടപടി. ചില നിയമവിരുദ്ധ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കെതിരെ അടുത്തിടെ നടത്തിയ നടപടിയിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് പണം പിരിക്കാൻ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ DGGA തടഞ്ഞു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് ഏകദേശം 2000 ബാങ്ക് അക്കൗണ്ടുകളും 4 കോടി രൂപയും കണ്ടുകെട്ടി. ഈ വിദേശ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളിൽ കണ്ടെത്തിയ UPI ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള 392 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായും മൊത്തം 122.5 കോടി രൂപ ഈ അക്കൗണ്ടുകളിൽ താൽക്കാലികമായി കണ്ടുകെട്ടിയതായി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഓൺലൈൻ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന ചില ഇന്ത്യൻ പൗരന്മാർക്കെതിരെയും DGGA നടപടി സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്വിറ്ററിന്റെ പഴയ ഐക്കോണിക് ലോഗോ ആയിരുന്ന ബ്ലൂബേർഡ് $35,000 ലേലം ചെയ്തതായി റിപ്പോർട്ട്. RR ഓപ്ഷൻ എന്ന കമ്പനിയാണ് ലേലം നടത്തിയത്. വാങ്ങിയ വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ വിവരങ്ങൾ ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. 34 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്കാണ് ട്വിറ്ററിന്റെ ഐക്കണിക് കലാസൃഷ്ടിയായിരുന്ന നീലപക്ഷി വിറ്റുപോയത്. അപൂർവമായ വസ്തുക്കൾ വിൽക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ലേലക്കമ്പനിയാണ് RR ലേലക്കമ്പനി. ലേലം ചെയ്ത ട്വിറ്റർ ബ്ലൂബേർഡ് ലോഗോയ്ക്ക് ഏകദേശം 254 കിലോഗ്രാം ഭാരവും 12 അടി മുതൽ 9 അടി വരെ നീളവുമുണ്ടെന്നാണ് വിവരം. ലോഗോയ്ക്കുള്ള അന്തിമ ബിഡ് ഏകദേശം $34,375 ആയിരുന്നു. അതേസമയം ഇതുവരെ ഈ ശ്രദ്ധേയമായ ട്വിറ്റർ ലോഗോ വാങ്ങിയ വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ ഐഡന്റിറ്റി RR ലേലം വെളിപ്പെടുത്തിയിട്ടില്ല. ഇലോൺ മസ്ക് ട്വിറ്റർ കമ്പനി വാങ്ങിയതിനു ശേഷം ലോഗോയിൽ ഉൾപ്പെടെ പ്ലാറ്റ്ഫോമിൽ നിരവധി പ്രധാന മാറ്റങ്ങൾ വരുത്തിയിരുന്നു. കമ്പനിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ടെക്സാസിലേക്ക് മാറ്റുകയും ചെയ്തു.
ട്വിറ്ററിന്റെ ആസ്ഥാനത്ത് നിന്നുള്ള സൈൻ ബോർഡ്, ഓഫീസ് ഫർണിച്ചറുകൾ, അടുക്കള ഉപകരണങ്ങൾ തുടങ്ങിയവയും ഇലോൺ മസ്ക് നേരത്തെ ലേലം ചെയ്തിരുന്നു. 2022 ഒക്ടോബർ 27-ന് ഏകദേശം 44 ബില്യൺ US$-നാണ് ട്വിറ്റർ വാങ്ങുന്ന നടപടികൾ മസ്ക് പൂർത്തിയാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ റോഡ് അപകടങ്ങളും അവ മൂലമുണ്ടാകുന്ന മരണങ്ങളും കുറയ്ക്കുന്നതിനായി യാത്രാ വാഹനങ്ങൾക്ക് പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ. 8 പേരിൽ കൂടുതൽ ആളുകളെ കയറ്റുന്ന വാഹനങ്ങളിലാണ് പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുക. റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിൻ്റെതാണ് പുതിയ നിർദ്ദേശങ്ങൾ. ഇതിനായി കേന്ദ്ര മോട്ടോർ വാഹന നിയമ ഭേദഗതി മന്ത്രാലയം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപ്രകാരം 8 പേരിൽ കൂടുതൽ ആളുകളെ കയറ്റുന്ന വാഹനങ്ങളിൽ അടിയന്തര ബ്രേക്കിംഗ്, ഡ്രൈവർക്കുള്ള ഉറക്ക മുന്നറിയിപ്പ് സംവിധാനം, LDW എന്ന വരി തെറ്റുമ്പോഴുള്ള അപകട നിർദ്ദേശം തുടങ്ങിയ ഓട്ടോമോട്ടീവ് സുരക്ഷാ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. അടുത്ത വർഷം ഏപ്രിൽ മുതൽ എല്ലാ വലിയ യാത്രാ വാഹനങ്ങൾക്കും, ബസ്സുകൾക്കും, ട്രക്കുകൾക്കും ഇത് ബാധകമാകും. നിലവിലുള്ള വാഹന മോഡലുകൾക്ക് 2026 ഒക്ടോബർ മുതലാണ് നിർബന്ധമാക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.